കുഞ്ഞുമക്കൾക്ക് ഇന്ന് മുട്ടയാണ്. ഇന്ന് മുട്ടക്കറിയാണ്. മുട്ട മസാലക്കറി. മസാല ഉരുളക്കിഴങ്ങും തക്കാളി ഉള്ളിയും എല്ലാം മുറിച്ചിട്ട് മുട്ട പുഴുങ്ങിയിട്ട് തോട് കളഞ്ഞ് പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം വാട്ടിയിലായിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് വെക്ക് മുട്ടയിടുക. 100 മുട്ടയാണ് പുഴുങ്ങിയാൽ ഞാൻ അടുപ്പത്ത് കഴുകാൻ വേണ്ടിയിട്ട് വട്ടേൻ്റെ അകത്ത് ഇട്ട് വെക്കുന്നുണ്ട്. അത് ഞാൻ തനിച്ചായതുകൊണ്ട് വീഡിയോ പിടിക്കാൻ ശരിക്കും ക്ലിയർ ആയിട്ടാവുന്നില്ല. അതുകൊണ്ട് ഞാനിത് മുട്ട കഴുകി പുഴുങ്ങിയിട്ട് തോട് പൊളിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. വേണേ കവറുണ്ട്. എനിക്കിന്ന് സമയേ ഇല്ല. നല്ല മണ്ണുണ്ടല്ലോ. ഇന്ന് ചിക്കൻ കറിയാന്ന് തോന്നല്ലേ വെക്കുന്നത്? ഇന്ന് ചിക്കൻ കറിയൊന്നുമില്ല, മുട്ടക്കറിയാന്ന് കേട്ടോ. മുട്ട തോട് പൊളിച്ചു. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇന്ന് സമയേ എനിക്കില്ല. ഞാൻ നാളെ മറ്റൊരു ദിവസം പൊറുക്കിയിട്ടെല്ലാം കെട്ടി വെക്കും. ഇപ്പൊ പുറത്തുണ്ട് കേട്ടാ. ഇല്ലില്ല, പുറത്ത്. അതെ അല്ലേ? അതുണ്ടല്ലോ, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു മുട്ട പൊളിക്കുന്നത് കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ പൊളിക്കുന്നത് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾ വന്നതുകൊണ്ട് ഒരു ഭാഗ്യം തന്നെ. ഇപ്പൊ ഒരു എന്താ പറയണ്ട, അതുകൊണ്ട് നിങ്ങളോട് വർത്താനം പറയാൻ എനിക്ക് സമയേ ഇല്ല. എല്ലാം പൊറുക്കി എടുത്തോ കേട്ടാ. ഞാൻ മൂലക്കെല്ലാം ഉണ്ട് സഞ്ചിയെല്ലാം. ഒന്നെല്ലാം വൃത്തിയാവുകയും ചെയ്യല്ലോ. അതുകൊണ്ട് എല്ലാം പൊറുക്കി വെക്കും ഞാൻ കേട്ടാ. പുറത്തുള്ളതെല്ലാം എടുത്തോ കേട്ടാ. എനിക്ക് ഇന്ന് സമയേ ഇല്ല. അതാണല്ല ഞാനെല്ലാം പൊറുക്കിയിട്ട് ഇന്നലെ ഫോണും നോക്കിയില്ല. നിങ്ങൾ ഫോണിൽ ഇട്ടതും ഞാൻ നോക്കിയിട്ടില്ല. അല്ലെ മെമ്പർ ഇടലുണ്ട്, എല്ലാ മാസവും ഇടുന്നല്ലേ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി നാളെയെല്ലാം പൊറുക്കി കെട്ടി വെക്കാന്നാല്. ഇപ്പൊ പുറത്തുള്ളതെല്ലാം വൃത്തിയാക്കിക്കോ. എന്നാ ഓക്കെ, ശരിയാ. പുഴുങ്ങിയിട്ടാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. മുട്ടക്ക് ആവശ്യമായ പച്ചമുളക്, തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടിയിട്ട് വൃത്തിയാക്കി മുറിച്ചിട്ടിട്ടാകുമ്പോൾ ഞാൻ കഷ്ണങ്ങൾ കാണിക്കാം. മുട്ടക്ക് കുറച്ച് ഉപ്പ് ഇട്ടാൽ പൊട്ടൂല എന്ന എൻ്റെ വിശ്വാസം. പൊട്ടൂല എന്നാണ് ഞാൻ അങ്ങനെ ഇടൽ. അന്നേരം മുട്ട പൊട്ടലില്ല. നിങ്ങളൊരു 5 or 10 മുട്ടയല്ലാണ്ട് ഇതിൽ കൂടുതൽ മുട്ട നിങ്ങൾ പുഴുങ്ങാറില്ലല്ലോ, പുഴുങ്ങിയിട്ട് കറി വെക്കാനില്ലല്ലോ. ഞാൻ 100 മുട്ടയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുഴുങ്ങി തോട് കളഞ്ഞ് ആദ്യം കഴുകി, എന്നിട്ടത് അടുപ്പത്ത് വെച്ച് തോട് കളഞ്ഞ് മസാലയും ഉള്ളിയും തക്കാളിയും കൂടി വെളിച്ചെണ്ണയിൽ വാട്ടി അത് വെച്ച് അതിലേക്കാണ് ഞാൻ മുട്ട ഞാൻ ഇടുന്നത് മുടൻ തന്നെ. അത് നിങ്ങൾ ഞാൻ വെച്ചിട്ടാകുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എന്നെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് സംഭാഷണം ഞാൻ ചെയ്യുന്നത്. സംഭാഷണം ചെയ്യാണ്ട് മുട്ടക്കറി വെക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി മുട്ട അടുപ്പിൽ കത്തുന്നുണ്ട്. പിന്നെ എല്ലാം ആയിട്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിങ്ങനെയാണ് എൻ്റെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുന്നത്. എൻ്റെ മക്കളെ തന്നെയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ കൂടെയാണ്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ എൻ്റെ മക്കൾ തന്നെ. വീട്ടിലെത്തിയാൽ മാത്രമേ അവരമ്മമാരും അവരച്ഛന്മാരും ആയിട്ട് ബന്ധമുള്ളൂ. അത്ര വരെ നമ്മൾ തന്നെയാണ് നമ്മളെ കുട്ടികൾ. അതുകൊണ്ട് നമ്മളെ കുട്ടിക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മുട്ടക്കറിയാണ് വെക്കുന്നത്. ആ മുട്ടക്കറി ആയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. തോട് കൊടുക്കുന്നത് കാണിച്ചു തരാം ഞാൻ. വേണേ കവറുണ്ട്. എനിക്കിന്ന് സമയേ ഇല്ല. നല്ല മണ്ണുണ്ടല്ലോ. ഇന്ന് ചിക്കൻ കറിയാന്ന് തോന്നല്ലേ വെക്കുന്നത്? ഇന്ന് ചിക്കൻ കറിയൊന്നുമില്ല, മുട്ടക്കറിയാന്ന് കേട്ടോ. മുട്ട തോട് പൊളിച്ചു. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇന്ന് സമയേ എനിക്കില്ല. ഞാൻ നാളെ മറ്റൊരു ദിവസം പൊറുക്കിയിട്ടെല്ലാം കെട്ടി വെക്കും. ഇപ്പൊ പുറത്തുണ്ട് കേട്ടാ. ഇല്ലില്ല, പുറത്ത്. അതെ അല്ലേ? അതുണ്ടല്ലോ, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു മുട്ട പൊളിക്കുന്നത് കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ പൊളിക്കുന്നത് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾ വന്നതുകൊണ്ട് ഒരു ഭാഗ്യം തന്നെ.
ഇതിപ്പോൾ ഒരു എന്താ പറയണ്ട, അതുകൊണ്ട് നിങ്ങളോട് വർത്താനം പറയാൻ എനിക്ക് സമയമേ ഇല്ല. ആയിക്കോട്ടെ. നമ്മള് പുറത്തുള്ള വന്നാല് എല്ലാം പൊറുക്കി എടുത്തോ കേട്ടാ. എടുക്കാം കേട്ടാ. ഞാൻ മൂലക്കെല്ലാം ഉണ്ട് സഞ്ചിയെല്ലാം, എന്നാൽ ഒന്നെല്ലാം വൃത്തിയാവുകയും ചെയ്യല്ലോ. അതുകൊണ്ട് നോക്കിയിട്ട് ആ പോകാം. അതിന് അടുത്ത മാസം വരുമ്പോ എടുത്ത് വെച്ചോ. എല്ലാം പൊറുക്കി വെക്കും ഞാൻ കേട്ടാ. എന്നാ പുറത്തുള്ള നമ്മള് നോക്കിയിട്ട് പുറത്തുള്ളതെല്ലാം എടുത്തോ കേട്ടാ. എനിക്ക് ഇന്ന് സമയമേ ഇല്ല, അതാ നല്ല ഞാനെല്ലാം പൊറുക്കിയിട്ട് ഇന്നലെ ആയിപ്പോയില്ലേ. ഫോണും നോക്കിയില്ല. നിങ്ങൾ ഫോണിൽ ഇട്ടതും ഞാൻ നോക്കിയിട്ടില്ല. അല്ലെ മെമ്പർ ഇടലുണ്ട്, എല്ലാ മാസവും ഇടുന്നല്ലേ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി നാളെയെല്ലാം പൊറുക്കി കെട്ടി വെക്കാന്നാല് ഇപ്പൊ പുറത്തുള്ളതെല്ലാം വൃത്തിയാക്കിക്കോ. എന്നാ ഓക്കെ, ശരിയാ. മുട്ടക്കറി റെഡിയായി. മുട്ട ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 ബക്കറ്റിലും കൂടി കറി പകുതി പകുതിയാക്കി വെക്കും. മുട്ട ഞാൻ കറിയിലിടയില്ല, എന്താ വെച്ചാൽ ഓരോരോ പിള്ളേർക്ക് മുട്ട ഇഷ്ടമല്ല ചെറിയ പിള്ളേർക്ക്. അപ്പോൾ പിന്നെ മുട്ടയിട്ടിട്ട് ഞാനൊരു പാവം ഇതിനാന്ന് ചെയ്യുന്നത്, അതുകൊണ്ട് മുട്ടയിടാണ്ട് കോരി വെക്കലാന്ന്. അപ്പോൾ വയ്യ, ലാസ്റ്റിൽ ഞാൻ മുട്ടയിട്ട് വെക്കയില്ല കറി. ഇതിൻ്റെ അകത്ത് കറിയിൽ ഇട്ട് വെക്കും മുട്ടക്കറി. ഇനി കുട്ടികൾക്ക് കൊടുക്കാനൊരു 10 മിനിറ്റും കൂടിയുണ്ട്. എല്ലാം ഓരോരോ ബക്കറ്റിലും ആക്കിയിട്ട് ഇനി വെക്കണത്രേ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ.